ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുധി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുധി, 30 വയസ്സുണ്ട്, വിവാഹിതനായിട്ട് 3 വർഷമായി, ഒരു കുട്ടിയുമുണ്ട്. എൻ്റെ ഭാര്യ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി നിൽക്കുകയാണ്. കുട്ടിയെ അമ്മയാണ് നോക്കുന്നത്. ഞാൻ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അവളും ബിസിയാണ്, ഞാനും ബിസിയാണ്. കുട്ടിയെ എൻ്റെ മാതാപിതാക്കൾ നോക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകുന്നു. പിന്നെ അവളുടെ വീട്ടിൽ അവളുടെ അമ്മയും അച്ഛനുമുണ്ട്. അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ്. വലിയ ബിസിനസ്സുകാരൊന്നുമല്ല, ചെറുകിട ബിസിനസ്സുകാരൻ. എങ്കിലും അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം ഈ പ്രായത്തിലും ധാരാളം യാത്രകൾ ചെയ്യുന്നുണ്ട്. 8 മാസം മുമ്പാണ് ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അമ്മായിച്ചൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ വിളിക്കും, എടി എനിക്ക് രാത്രി തനിയെ കിടക്കാൻ പറ്റില്ല, അമ്മ അടുത്തുള്ള ആരെങ്കിലും വിളിച്ച് കിടത്തു എന്ന് പറയുമ്പോഴേക്കും അതൊന്നും ശരിയാകില്ല. ഇവിടെ സ്വർണവും പണവും ഒക്കെ ഉള്ള വീടാണ്, ഇവിടെ അന്യ ആൾക്കാർ വന്ന് കിടക്കാൻ പാടില്ലെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കും, അമ്മയ്ക്ക് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുമായിട്ട് ഭയങ്കര കൂട്ടാണ്, ദിവസവും എത്ര പേരാണ് വിളിക്കുന്നത്, ഈ കൂട്ടുകാരികൾ ആരും വന്നൊന്ന് കിടക്കില്ലേ? കിടക്കും, പക്ഷേ എനിക്ക് അവരുടെ കിടപ്പ് വേണ്ട, എനിക്ക് മക്കളുണ്ടല്ലോ, മരുമക്കളുണ്ടല്ലോ, അവരാരെങ്കിലും വന്ന് കിടന്നാൽ മതി, നീ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് കിടക്ക്, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനെ പറഞ്ഞുവിട് എന്നൊക്കെ പറയും. എൻ്റെ ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പോകാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. അവർ തമ്മിൽ അമ്മായിമ്മയും മരുമകളും പോലെയാണ്. എൻ്റെ അമ്മയുമായിട്ട് അവൾ അത്ര അറ്റാച്ച്ഡാണ്. ഞാൻ ചോദിക്കും, സ്വന്തം അമ്മയായിട്ടും നീ എന്തിനാണ് ഇത്ര അകന്ന് നിൽക്കുന്നത്, എപ്പോഴും കീരിയും പാമ്പ് പോലെ വഴക്കിടുന്നതെന്ന്. അത് പിന്നെ പണ്ടേ ഞങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞ് അവൾ ഒഴിയും. ഇതും അവൾക്കൊരു തലവേദനയായി. ചേട്ടാ, എനിക്കാണെങ്കിൽ പോയി അവിടെ കിടക്കുന്നത് ഇഷ്ടമല്ല, പിന്നെ അത്യാവശ്യമല്ലേ, ഞാൻ പോയി കിടക്കാം, പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ചേട്ടൻ പോയി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ പോകാം, നീ ഉള്ളപ്പോൾ നീ പോകുമെന്ന് പറഞ്ഞു. എന്തായാലും കുട്ടിയും കൊണ്ട് പോകേണ്ട കാര്യമില്ല, കാര്യം കുട്ടിയെ എൻ്റെ അമ്മ നോക്കിക്കോളും. അവൾ രാത്രി ഒരു 9 മണിയാകുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ അവിടുന്ന് ഡ്യൂട്ടിക്ക് പോകുകയോ അല്ലെങ്കിൽ തിരിച്ചു വരികയോ ചെയ്യും. അങ്ങനെയാണ് അവിടെ അമ്മായിച്ചനില്ലാത്ത ദിവസങ്ങളിൽ അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ പോകുന്നത്. പക്ഷേ മാഡം, ഏകദേശം 3-4 മാസത്തിന് മുമ്പ് ഒരിക്കൽ എനിക്ക് പോകേണ്ടി വന്നു. അന്ന് ഭാര്യയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ആദ്യമായിട്ടാണ് അമ്മായിമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ ഞാൻ പോകുന്നത്. അമ്മായിമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടേ വരികയുള്ളൂ. അതെന്താടാ, ഞാൻ വെച്ച് തന്നാൽ നീ കഴിക്കില്ലേ? അത്താഴം ഇവിടെ വന്ന് കഴിച്ചാൽ മതി, അവിടുന്ന് കഴിക്കണ്ട, എൻ്റെ നിൻ്റെ വീട്ടിൽ നിന്നല്ലേ, ഞാൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് നീ പറയുന്നത് ഉണ്ടാക്കി വെക്കാം. അയ്യോ, അത് വേണ്ടമ്മ, ഇവിടെ അമ്മ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെയല്ല, ഞാൻ നല്ല എരിവും മസാലയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. നീ പറയില്ലേ നിൻ്റെ വീട്ടിൽ അമ്മ എരിവ് മസാല ഇടില്ലെന്ന്, ഞാൻ ഉണ്ടാക്കി വെക്കാം, നീ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മായിമ്മയെ അത്ര വലിയ പത്യമൊന്നുമല്ല. അവളുടെ കുണുക്കോ ഉരുക്കോ എന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. അമ്മയ്ക്ക് എന്തോ അവരെ കാണുമ്പോൾ അത്ര ഇഷ്ടമല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും എൻ്റെ അമ്മ അവിടുന്ന് ഞാൻ കഴിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് കുറച്ച് കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം അമ്മായിമ്മയുടെ അവിടെ ഏകദേശം 9 മണിയായപ്പോൾ ചെന്നു. അവിടെയാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും അപ്പവും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മ ഈ 2 എണ്ണം ഉണ്ടാക്കിയത്? രാവിലത്തെ മാവ് ഉണ്ടായിരുന്നു, നിനക്കാണെങ്കിൽ അപ്പം ഇഷ്ടമല്ലേ, പിന്നെ ചപ്പാത്തി, രാത്രി കിടക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ ചപ്പാത്തിയാണോ ഇഷ്ടമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് 2 ഞാനും ഉണ്ടാക്കിയതാണ്. രാത്രി ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. എന്തായാലും കഴിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. ഞാനും ഭാര്യയും കൂടെ വല്ലപ്പോഴും അവിടെ ചെന്ന് തങ്ങാറുണ്ട്. അതുകൊണ്ട് എൻ്റെ വസ്ത്രങ്ങളും കൈലിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് അവളുടെ റൂമാണ്. അതിൽ ഞങ്ങളുടെ ഈ വീട്ടിലെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അപരിചിതത്വമൊന്നുമില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഭാര്യയില്ലാതെ അമ്മായിമ്മ മാത്രമുള്ള സമയത്ത് ഞാൻ ആ വീട്ടിൽ തങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ എല്ലാവരും അവിടെ കാണും. ഞാൻ കിടന്നുറങ്ങി മാഡം, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഭാര്യ ഒരു 11 മണിയായപ്പോൾ വിളിച്ചു, എന്താ ഏട്ടാ കിടന്നോന്ന്? ഞാൻ പറഞ്ഞു, കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നെന്ന്. ശരി, കിടന്നുറങ്ങാൻ പറഞ്ഞു. രാത്രി ഒരു 12:30 ആയപ്പോഴില്ലേ മാഡം, എൻ്റെ മുറിയിൽ ഒരു മുട്ട് കിട്ടു. ഞാൻ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയാണ്. എന്താമേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ലടാ, എനിക്കാണെങ്കിൽ ഉറക്കം വരത്തില്ല, തീരെ ഉറക്കം കുറവാണ് ഇപ്പം 5-6 മാസമായിട്ട്, എന്താണെന്നറിയില്ല, നീ ഉറങ്ങിയോ എന്നറിയാൻ വന്നതാണ്. ഞാൻ പറഞ്ഞ് നട്ടപ്പാതിരാക്കി, പിന്നെ ഞാൻ ഉറങ്ങാതിരിക്കുമോ? എന്താടാ നിനക്കൊരു ദേഷ്യം പോലെ? നീ എൻ്റെ മരുമകനായിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ മക്കളായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമോ? അയ്യോ അമ്മ, അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ കിടന്നുറങ്ങില്ലോ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്ഷീണമാണെന്ന്. എന്നാലും നീ ഈ സമയത്ത് ഉറങ്ങില്ലെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ ഭാര്യ ഭർത്താവും കൂടെ ഈ സമയത്തൊക്കെ ഉറങ്ങുമോ? അവൾക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്
വരുമ്പോഴേക്കും പിന്നെ ഈ സമയത്ത് കുഞ്ഞിനെ ഉറക്കി എങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങുന്നത്? ഈ സമയം ഭാര്യയും ഭർത്താവുമൊക്കെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമല്ലേ? ഭാര്യയും ഭർത്താവും ആകുമ്പോഴേ 1 മണിയോ 2 മണിയൊക്കെ ആകുമ്പോഴേ ഉറങ്ങുകയുള്ളൂ. ആഹാ, അതെന്തോ റൂളാമ്മ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഭാര്യയ്ക്കും ഭർത്താവിന് 2 മണി വരെ പ്രത്യേക സമയമല്ലോ ഉണ്ടോ? ഇതിലൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോളെ പറയണം. അവളാണെങ്കിൽ മണവും ഗുണവും ഇല്ലാത്ത ഒരാളാണ്. നോക്കടാ, നിനക്കറിയാമോ, ഇപ്പോഴാണെങ്കിലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലോ ഞാൻ 1 മണിയാവും ഉറങ്ങാൻ. അതെന്താ, നിങ്ങൾ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ സംസാരിക്കുന്നത് ഇത്തരം സംസാരമൊന്നുമല്ല. ഞങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് പല പ്രവൃത്തികളും കാണുമെന്ന് പറഞ്ഞു. ഇവർക്കിത് എന്ത് പറ്റി? ഇവരെന്തിനാണെങ്കിൽ എന്ന് കുഴയുന്നത് എന്ന് ഞാൻ ഓർത്തു. പെട്ടെന്ന് വന്ന് എൻ്റെ കട്ടിലിരുന്നു. നീ ഇത് കേൾക്ക്. എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ദുഃഖത്തിലാണ്. എന്താ അമ്മ, അമ്മയ്ക്ക് എന്ത് പറ്റി? ഇപ്പം അച്ഛൻ രാത്രി മിണ്ടുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, നീ എന്നെ കുത്തും കോളും വെച്ച് കളിയാക്കുമെന്ന് എനിക്കറിയാം. നിൻ്റെ അമ്മായച്ഛന് യാതൊരു കുഴപ്പമില്ല. നിൻ്റെ പറച്ചിൽ കേട്ടിട്ട് നിന്നേക്കാൾ 10 ഇരട്ടി ഉശിര് അങ്ങേർക്കുണ്ട്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാനതൊന്നും അല്ല പറഞ്ഞു വന്നത്. അങ്ങേരുടെ കാര്യം ഇവിടെ കിടക്കട്ടെ. എടാ, എൻ്റെ മനസ്സിൽ ദുഃഖം വേറെ ചില കാര്യങ്ങൾ കാണും. എന്താ അമ്മേ? എൻ്റെ ഇളയ മോളെക്കുറിച്ച് ഓർത്താണ്. അവൾക്ക് എന്ത് പറ്റി? അവൾ ഇഷ്ടപ്പെട്ട ചെറുക്കനെ കല്യാണം കഴിച്ചു, നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. ജാതിയും മതവും എല്ലാം ഒന്നായിരുന്നു, നല്ല ജോലിയുണ്ട്. എന്താ പിന്നെ പ്രശ്നം? എടാ, അവൻ ശരിയല്ല. എന്താ, അവന് വേറെ വല്ല ബന്ധമുണ്ടോ അമ്മ? വേറെ ബന്ധമൊന്നുമില്ല. പിന്നെ എന്താ, അവൻ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ? അതൊന്നും അല്ലടാ. നിനക്കറിയാമോ, 3-4 ആഴ്ചയ്ക്ക് മുമ്പാണ് ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാൻ തനിയുള്ളായിരുന്നു പകല്. ഉച്ചയായപ്പോൾ അവൻ വന്നു. അവരെന്തായാലും മാസത്തിലൊരിക്കലല്ലേ വരികയുള്ളൂ. ഇവിടെ അടുത്തൊന്നും അല്ലല്ലോടാ. അവൻ വന്നു. എന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു, അമ്മേ ഉച്ചയാകുമ്പോഴേക്കും ഞാൻ വരും. അമ്മ എനിക്ക് ചോറും കറിയൊക്കെ റെഡിയാക്കി വെക്കണം. ഒരു ഒഫീഷ്യൽ കാര്യത്തിന് പോകുന്ന വഴി ഇവിടെ കയറുന്നതാണെന്നും ഞാനെല്ലാം വെച്ചടാ. പക്ഷെ അവൻ ഇത്തിരി താമസിച്ചു. ആ സമയത്ത് ഞാൻ ഓർത്തു, ഇനി എപ്പോഴാണ് വരുന്നതെന്ന്. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. ഞാനിപ്പോൾ കുളിക്കാൻ നിൽക്കുന്ന സമയത്താണ് അവൻ വന്നത്. കുളിക്കാൻ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അപ്പം ബെല്ലടി കേട്ടു. ഞാൻ വന്ന് തുറന്നു. നീ എന്താ താമസിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അത് ഓഫീസ് കാര്യമായതുകൊണ്ട് വൈകിയതാണ് അമ്മ, എനിക്ക് വിശക്കുന്നുവെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ, ഞാൻ തലയിൽ എണ്ണ തേച്ചെന്ന് പറഞ്ഞു. എങ്കിലമ്മ കുളിച്ചിട്ട് വാ, ഞാൻ കാത്തിരിക്കാമെന്ന് അവൻ പറഞ്ഞു. നീ എടുത്ത് കഴിച്ചോ? ഇല്ല, അമ്മ വിളമ്പി തന്നാൽ മതി. അമ്മ ഇപ്പോൾ കുളിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റല്ലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ കുളിമുറി പോയടാ. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി. പെട്ടെന്ന് ഇറങ്ങി ഇവനോട് ഇരിപ്പുണ്ടല്ലോ എന്നോർത്ത്. ഞാനെപ്പോഴില്ലേ അവിടെ എൻ്റെ റൂമിലൊന്ന് ഇറങ്ങി തുണിയൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരുന്നപ്പോഴേക്കും പെട്ടെന്ന് ഇവൻ കതക് തള്ളി തുറന്നകത്ത് കയറി. നമ്മളിപ്പോൾ അവൻ ദൂരെ ഇരിക്കില്ലേ, അതുകൊണ്ട് മുറിയൊന്നും ഞാൻ കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, എന്താന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, നല്ലൊരു മണം അവിടെ വരെ വന്നു. ആ മണം എന്തിൻ്റെതാണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതും ഇവിടെ ഒരു ബോഡി വാഷ് ഉണ്ട് അതിൻ്റെയാണെന്നും. അവനപ്പോഴേക്ക് പറഞ്ഞു, എനിക്ക് ഈ ബോഡി വാഷിൻ്റെ മണം ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ എന്നെ വരിഞ്ഞു മുറുക്കി. മോനെ, എനിക്കാണെങ്കിൽ ഒന്നും പറയാനുള്ള അവസരം അവൻ തന്നില്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുകയാണല്ലോ എന്നോർത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമം തോന്നി. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായില്ല. അവൻ എന്നോട് അതിരി കടക്കുകയായിരുന്നു. അവസാനം പിന്നെ എന്ത് ചെയ്യാനാണ്? അത്തരമൊരു ചെറുപ്പക്കാരനുമായിട്ട് എനിക്ക് മല്ലടിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മകളുടെ കാര്യം ഓർത്ത് ഒന്നും മിണ്ടിയില്ല. അവസാനമായപ്പോൾ അവൻ പറയുകയാണ്, ചോറ് കഴിക്കാനല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് മോനോട് പറയാൻ പറ്റില്ല വാക്ക്, അത് കഴിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ചമഞ്ഞൊരുങ്ങി അങ്ങ് ഇറങ്ങിപ്പോയി. മോനെ, ചോറ് പോലും അവൻ കഴിച്ചില്ല. ഇത് ഞാനങ്ങ് എൻ്റെ മോളോട് പറയും, എൻ്റെ മൂത്ത മോളോട് പറയും. അവരുടെയൊക്കെ ജീവിതം പ്രശ്നമാകില്ലേ? പക്ഷേ എന്താണെന്നറിയില്ല. എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളായിട്ട് എൻ്റെ മനസ്സിൽ വിങ്ങി നിന്നിരുന്ന കാര്യമാണ് നിന്നോട് പറയണം തോന്നി. അതുകൊണ്ടാണ് ഉറക്കം വരാത്തത്. അമ്മ പറഞ്ഞതൊക്കെ നേരാണോ? ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്തുകൊണ്ട് അമ്മ ഞങ്ങളോട് പറഞ്ഞില്ല, അച്ഛനോട് പറഞ്ഞില്ല? എടാ, ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ മകളുടെ ജീവിതമല്ലേ. അവൻ എങ്ങനെയാണെന്ന് വെച്ചിട്ട് എൻ്റെ മകൾ ഇപ്പം കല്യാണം കഴിച്ചങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അവരുടെ ജീവിതം ഞാൻ എങ്ങനെ നശിപ്പിക്കാനാണ്? അവൻ ഇത്തരക്കാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ കരഞ്ഞു. പിന്നീട് അവൻ വന്നോ അമ്മേ? ഞാൻ അവനൊന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോനെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അവൻ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ ചൂലെടുത്ത് അടിച്ചോടിക്കും. അവളുടെ കൂടെ അല്ലാതെ അവൻ ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ആരോട് മോൻ പറയണ്ട, നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരാണ്. പുറത്തറിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. നിൻ്റെ ഭാര്യയില്ലേ
എൻ്റെ മകൾ അവളറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചന്ദ്രഹാസം വിളക്കും, അവളും പിടിച്ചു കുലുക്കുന്ന ഒരുത്തിയ, നിനക്കറിയില്ലയോ, വലിയ ബഹളം ഉണ്ടാക്കും, നേഴ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ പിന്നെയും ചിണുങ്ങി. സാരമില്ലമ്മേ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അമ്മായിമ്മയുടെ തോളത്ത് ഞാനൊന്ന് തലോടി. അപ്പോഴേക്കും അമ്മായിമ്മ എന്നെ കയറി കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മോൻ വന്നതാണ്, എനിക്കൊരാശ്വാസം. മോനോട് ഇത് പറയാൻ വേണ്ടിയിട്ട് എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുക. നീ ഇവിടെ വന്നെങ്കിലേ എനിക്കത് പറയാൻ പറ്റൂ, ഫോണിൽ കൂടെ പറയാൻ പറ്റുമോ, ആരെങ്കിലും കേട്ടാൽ എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ. ഞാൻ ഓർക്കുകയാണ്, അവിടെ ഭർത്താവിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഞാനൊന്നും പറയില്ല, സന്തോഷത്തോടുകൂടി സമ്മതിച്ചേനെ. പക്ഷേ അവനെനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. എൻ്റെ മോൾ എന്തിനാണ് അങ്ങനെ ഒരു കോന്തനെ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ലെന്ന്. പെട്ടെന്ന് ഞാൻ അമ്മായിമ്മയുടെ കെട്ടുപിടിവിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഉദ്ദേശിച്ചത്? അവനായതുകൊണ്ടാണ് ഇഷ്ടമാകാഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ ഓക്കെ. അപ്പോൾ അമ്മയ്ക്ക് മരുമക്കൾ രണ്ടുപേരും മക്കളെ പോലെ അല്ലേ? മക്കളെ പോലെയൊക്കെയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, അവന് പകരം നീ ആയിരുന്നെങ്കിൽ എനിക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാകില്ല. ഇതെന്ന് പറയുമ്പോൾ എനിക്കവനെ മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ല. അതെന്താ അമ്മയ്ക്ക് മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്തത്? അതൊക്കെ ഓരോ സ്ത്രീക്കും മനസ്സിലൊരു പുരുഷ സങ്കല്പമുണ്ട്. അതിപ്പം നിൻ്റെ അമ്മായിച്ചനില്ലേ, പുള്ളി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനാണ് എന്ന് വെച്ചിട്ട് അങ്ങേര് മാത്രമാണോ എൻ്റെ പുരുഷ സങ്കല്പം? അങ്ങേർക്കും ഞാൻ മാത്രമാണോ വലിയ റാണി? അല്ല, മറ്റു പല പെണ്ണുങ്ങളെ അങ്ങേർക്ക് ഇഷ്ടമായിരിക്കാം, ബന്ധം കാണുമായിരിക്കാം, അല്ലെങ്കിൽ കാണാതിരിക്കാം. സങ്കല്പത്തിലെങ്കിലും മറ്റു പെണ്ണുങ്ങളെ മോഹിക്കാത്ത ആണുങ്ങളുണ്ടോ? അതുപോലെ തന്നെ എനിക്കും മോഹങ്ങളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ? അതൊക്കെ ഈ പ്രായത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ഒരാണിൻ്റെ രൂപം നിനക്കുണ്ട് എന്ന് വെച്ചിട്ട് നിന്നെ ഞാൻ മരുമകനായിട്ടും മോനായിട്ടും ഒന്നും കണ്ടില്ലെന്നല്ല. ഞാൻ പറഞ്ഞത്, അവന് പകരം നീ ആയിരുന്നെങ്കിൽ എനിക്ക് അത്രയും വെറുപ്പോ പ്രശ്നങ്ങളോ മനസ്സിന് വിഷമോ തോന്നില്ല എന്നാണ്. എന്നാലും അമ്മ എങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും പറഞ്ഞു, നിന്നോടിത് പറയാൻ വന്ന എന്നെ തൊഴിക്കണം. ഞാനൊരു ആശ്വാസവചനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നീ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുകയാണ്. കുറ്റപ്പെടുത്താലേ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അമ്മ ഇപ്പം സന്തോഷവതിയല്ലേ? എനിക്കിപ്പോൾ സന്തോഷമൊന്നുമില്ല. അവൻ വന്നു പോയതിൽ പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനുമായിട്ട് പോലും നല്ല രീതിയിൽ ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞു, ഇതിൽ പ്രതികരിക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് മറന്നു കളയുക, ഇനി അവനെ അടുപ്പിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. അമ്മ സ്വന്തം ഭർത്താവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങ് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ, എനിക്കെന്തായാലും ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് നല്ല സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചു. പക്ഷെ നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണ്, അവോയ്ഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പിന്നെയും ചിണുങ്ങി. ഞാൻ പറഞ്ഞു, അമ്മ കഴിഞ്ഞു പോയത് കഴിഞ്ഞു. പ്രാക്ടിക്കലായിട്ട് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലും നീ എന്നെ അവിശ്വസിച്ചല്ലോ. ഞാൻ പറഞ്ഞതിൽ അവിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമില്ല. എന്താ അമ്മ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, നിനക്കാണെങ്കിൽ എന്നോട് മോഹമില്ല. അവന് മോഹിച്ചു വന്നവനെ എനിക്കിഷ്ടമല്ല. ഞാൻ മോഹിച്ചവന് എന്നെയും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എന്തൊക്കെയാണ് പുലമ്പുന്നത്? അമ്മ വേറെന്തിനുള്ള പുറപ്പാടാണ്. ആ പയ്യനൊരു പാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവനൊരിക്കലും ഇങ്ങനെ വന്ന് ഇത്രയും കടന്നു കയറ്റം ഇവിടെ കാണിച്ച് കാണില്ല. കണ്ടോ നിനക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞപ്പം നീ എന്നെ കുറ്റക്കാരിയാക്കി. ആണടാ, നടന്നിട്ടില്ല. എനിക്ക് നടക്കേണ്ടത് നിൻ്റെ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്കെന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഒരാണല്ലേ എന്നൊക്കെ ചോദിച്ച് അമ്മായിമ്മ അന്ന് അതിൽ വിട്ട് പെരുമാറി. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഒരു വഴക്കുണ്ടായി. ഒരു വടംവലിയോ പിടിവലിയോ പോലെയായിരുന്നു കാര്യങ്ങൾ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവർ കാതരയായി എന്നോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ സക്സസ് ആകുമെന്ന്. അതുകൊണ്ട് നീ എതിർക്കണ്ട. നിൻ്റെ അനിയത്തിയുടെ ഭർത്താവിനെ എനിക്കിഷ്ടമല്ല. എൻ്റെ മകളുടെ ഭർത്താവാണെങ്കിലും അവന് എന്നോട് താല്പര്യമുണ്ട്. ഇത് നടന്നു തന്നെയാണ്. അതിൻ്റെ കേടുപാടുകൾ മായ്ച്ചു കളയണമെങ്കിൽ നീ കളം മായ്ക്കണം മോനെ എന്ന് പറഞ്ഞാണ് അവർ സുസർഗ സൃഷ്ടിയുടെ സംസർഗത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത്. പിന്നീട് ഏതൊരാളിനെ പോലെ എനിക്കത് തടുക്കാനും പറ്റിയില്ല. പക്ഷേ അവരുടെ വിദ്യകൾ എന്നെ വേറെ രീതിയിലാക്കി മാറ്റി എന്ന് പറയാം. കാരണം എക്സ്പീരിയൻസ് മേക്സ് ദ തിങ്സ് എന്നല്ലേ മാഡം? അങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ട് അവരെന്നെ കെട്ടിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ പല സമയത്തും അവർ എനിക്ക് വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി. ഞാനാണെങ്കിൽ ഒരു മുയൽക്കുട്ടിയെ പോലെ അങ്ങോട്ടേക്ക് പാഞ്ഞു പോവുകയും ചെയ്തു. കാരണം എനിക്കും ആവശ്യമുണ്ട് എന്തോ വ്യത്യസ്തമായ കാര്യങ്ങൾ അനുഭവിച്ചറിയുന്ന ഒരു രസം. അവസാനം അവരെന്നോട് പറഞ്ഞു, എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം മകളുടെ ഭർത്താവിനെക്കുറിച്ച് അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞതെന്ന്. അവനങ്ങനൊന്നുമില്ല. അവൻ ഇങ്ങോട്ട്
വരാറുമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്നോടുള്ള മോഹം കൊണ്ടാണ് അവർ ചാടി വീണ് കള്ളക്കഥയുണ്ടാക്കിയെന്ന്. അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അമ്മായിമ്മ പറഞ്ഞു, മോനെ ഇത്രയ്ക്കൊക്കെ ആയല്ലോ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾക്ക് 38 വയസ്സാണ്, നീ അവളെ ഒന്ന് സഹായിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് യാതൊരു വിധത്തിലുള്ള കഴിവുമില്ല, കുറേ വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളും ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു അതിന് ഞാനെന്താ ചെയ്യേണ്ടത്? അത് അവൾ ഇങ്ങോട്ട് വരും, മോൻ ഒന്ന് സഹായിക്കണം, അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തു. കാര്യം അവളുടെ ഭർത്താവും വെളുത്ത് തുടുത്ത് നിന്നെപ്പോലെ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നിനക്ക് പുതുതായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റുമാകും, അവൾ നിനക്കൊരു ബാധ്യതയാകില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത്തരം വള്ളിക്കെട്ടുകളൊന്നും ഒരിക്കലും ഞാൻ ഏറ്റെടുക്കില്ല, സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എങ്ങനെയും ആകാം, പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ തലയിൽ കെട്ടിവെക്കില്ലേ അമ്മയെന്ന് പറഞ്ഞതാണ്. പക്ഷേ അമ്മ എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അങ്ങനെയല്ല മോനെ, പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കൂ, എൻ്റെ സ്നേഹം സത്യമാണ്, അവളോട് ഞാൻ വാക്ക് കൊടുത്താണ് എൻ്റെ മരുമകൻ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന്, പ്ലീസ് കുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും അനുസരിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി കൂട്ടുകിടക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീയും ഉണ്ടായിരുന്നു. അവരും കണ്ടാൽ തരക്കേടില്ല, എൻ്റെ ഭാര്യയേക്കാൾ ഒരു മടങ്ങ് സുന്ദരിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്കും എന്നോട് ഇഷ്ടം തന്നെയായിരുന്നു, കണ്ടപ്പോൾ തന്നെ അടുത്ത് പെരുമാറാൻ ഒരു മടിയുമില്ല. അങ്ങനെ അവർക്കും അവരുടെ ജീവിത ചൈതന്യം ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മായിമ്മയുടെ നിർദ്ദേശപ്രകാരം കളത്തിലിറങ്ങി കൊയ്യേണ്ടി വന്നു. അമ്മായിമ്മ വേണ്ടത്ര നിർദ്ദേശം നൽകി. കൂടുതൽ വിളവെടുപ്പ് എങ്ങനെ സാധ്യമാകുമെന്ന് അവരെന്നോട് പറഞ്ഞു തന്നു. അങ്ങനെ മാഡം അടുപ്പിച്ച് ആഴ്ചയിൽ ഒരു ദിവസം എന്ന മട്ടിൽ 4 ആഴ്ചകൾ അടുപ്പിച്ച് അവർ ആ സ്ത്രീയെ വിളിച്ചു വരുത്തി. ഞാൻ പോകേണ്ടി വന്നു. അതിനുവേണ്ട സിറ്റുവേഷൻസ് എല്ലാം അവർ ഒരുക്കുകയും ചെയ്തു മാഡം. അങ്ങനെ ആ പെൺകുട്ടിക്കെന്ന് പറയാൻ പറ്റില്ല, എന്നേക്കാൾ മൂത്തൊരാളാണ്, അവർക്ക് അവരുടെ ജീവിതം ചൈതന്യവത്താകാൻ എനിക്ക് സഹായിക്കേണ്ടി വന്നു. അമ്മായിമ്മ പറഞ്ഞത് അതൊരു പുണ്യപ്രവൃത്തിയാണെന്നാണ്. അങ്ങനെ ആ പുണ്യപ്രവൃത്തിക്ക് ഫലമുണ്ടായത് ഏകദേശം ഒരു 2 ആഴ്ച മുമ്പാണ് മാഡം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് വിളിച്ചു പറഞ്ഞു, സന്തോഷം, ഇനി ആ ചാപ്റ്റർ മറക്കുകയാണ്, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കാണില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. പിന്നെ അമ്മായിമ്മ പറഞ്ഞു, അതൊക്കെ, അത് കഴിഞ്ഞു, ഇനിയും ഇതുപോലെ ഞാൻ പറയുന്ന രീതിയിൽ പല പദ്ധതികളും പ്ലാനുകളുമുണ്ട്. മോന് രസകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന, റിസ്ക് ഇല്ലാത്ത, എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന, മറ്റുള്ളവർ കൊതിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് മോനെ. അമ്മ എപ്പോഴും കൂടെ കാണും. നിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു തലവേദനയാണ്, അവൾ പതിവ്രതാരത്നമായിട്ട് നടിക്കും. ഞാനാകുമ്പോൾ നിനക്ക് ചേർന്ന ജോഡിയാണ്, എൻ്റെ കൂടെ എപ്പോഴും കാണണമെന്ന് പറയും. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും എനിക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. ഭാര്യയും ഞാനും തമ്മിലുള്ള ബന്ധം ശരിയായി പോകുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ തിരക്കുള്ളത് കൊണ്ട് അവളത് തിരിച്ചറിയുന്നില്ല. അവൾക്കാണെങ്കിൽ താല്പര്യക്കുറവുള്ളത് കൊണ്ട് പ്രശ്നങ്ങളുമില്ല. എന്നാലും എൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ആകാൻ പാടില്ലായിരുന്നു അല്ലേ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആകാൻ പാടില്ല. കാര്യം ഒരാൾ വന്ന് ഏതെങ്കിലും രീതിയിൽ അതിർത്തി കടക്കുമ്പോഴേക്കും തരളിതനാകാൻ പാടില്ല. അപ്പോൾ അങ്ങനൊരു ബന്ധമുണ്ടാക്കി അതാരും അറിയാതെ മെയിൻറ്റെയിൻ ചെയ്തു. അത്രയൊക്കെ വരെയാണെങ്കിലും പ്രശ്നമില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ സുഹൃത്തുക്കളും ചേർന്നുള്ള അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് പോലും അറിയില്ല. അവരെ ഈ കാണുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. അതിലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഏർപ്പെടുന്ന, അല്ലെങ്കിൽ പല രീതിയിലുള്ള വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കാം ഈ പ്രായത്തിലും. അപ്പോൾ അവരുടെ സൗഹൃദ വലയത്തിലുള്ള ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ഉടനെ തന്നെ അതിലേക്ക് വീഴുകയും ചെയ്തു. അവർ പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാകില്ല, നന്ദി എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും ഇതൊന്നും അത്ര നല്ല കാര്യമായിട്ട് കരുതാൻ നമുക്ക് പറ്റില്ല. അവർക്ക് വേറെയും പ്ലാനും പദ്ധതികളുമുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ അവർക്ക് വേറെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും. സ്വന്തം മകളെക്കുറിച്ചിട്ടോ 2 പെൺമക്കളെക്കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, അല്ലെങ്കിൽ ചിന്തയുമില്ല. കള്ളക്കഥകളും ഉണ്ടാക്കി ഇങ്ങനെ ഓരോരുത്തരെ സ്വന്തമാക്കാൻ നടത്തുന്ന അവരുടെ നീക്കങ്ങളും പിന്നെ അവരുടെ കള്ളക്കളികളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ പൊട്ടനാണോ? അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അവരുടെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനിയും ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ കുഴികളിൽ ചെന്ന് വീണ് മനസ്താപം ഉണ്ടാകേണ്ട ഗതികേടുണ്ടാകും. അതുമാത്രമല്ല, നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവരെ പറഞ്ഞത്
ഇതുപോലെ ക്ഷീണമൊക്കെയാണ്, അവർ നേഴ്സല്ലേ, ജോലി ചെയ്ത് വരുമ്പോഴേക്കും ക്ഷീണമൊക്കെയാണ്, അതുകൊണ്ട് അവരത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ബന്ധം ശരിക്കും അകന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകരുത്. ഭാര്യയും ഭർത്താവും കുടുംബവും ഒക്കെ ചേർത്ത് നിർത്തുക, അല്ലാതെ മറ്റു ബന്ധങ്ങൾ അത് ആരായാലും അതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. മറ്റൊരാളെ സ്നേഹിക്കുകയോ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുകയോ അവർ പറയുന്ന വഴിയിലെല്ലാം എടുത്തു ചാടുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ സമയത്ത് പതുക്കെ പതുക്കെ അതിൽ നിന്ന് പിന്മാറി നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ നോക്കുക. അതാണല്ലോ ജീവിത ലക്ഷ്യം. അല്ലാതെ അമ്മായിമ്മയുടെ കുതന്ത്രത്തിലൊക്കെ വീണ് കിടന്നിട്ട് അവസാനം അയ്യോ അച്ഛാ കാള പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഞാൻ ഇപ്പോഴും ഒന്നുകൂടി പറയുന്നു. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ച് മോനെ പെരുമാറുക. ഇല്ലെങ്കിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പല വിഘ്നങ്ങളും വരും. അതിനിടയാക്കരുത് കുട്ടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടോ?